പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടക്കേറ്റുന്ന അടുത്ത നാടകം. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. പരമനാറി പട്ടി കഴിവറടാ മോളെ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ട്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. തള്ളല്ലേ വല്ലാണ്ടങ്ങ് തള്ളല്ലേ. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാന് ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരല്ലേ. നിനക്ക് നാണമുണ്ട്? സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട്. പുതിയ കഥ ഇറക്കാ കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ നിന്ന് ജനിച്ച് നമ്പർ 1 നായിന്റെ മോളായ ഒരു ഫ്ലവർ മോളെയാണ്. ഫ്ലവർ മോളെ വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും. ഇതാക്കി ഈ നായിന്റെ മോള് കാരണം ഒരു നായിന്റെ മോള് തന്നെ ഇവിടെ പറയും. ഐ മീൻ എന്ത് കമ്മ്യൂണിറ്റി കീഴിലോ എന്ത് മാങ്ങാത്തിലോ എന്നൊരു പ്രശ്നമില്ല. ഈ നായിന്റെ മോള് കാരണം ഒരാണുങ്ങൾക്ക് ഒരു ബസ്സിൽ ഇതാക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് ഒരു ആണിന്റെ അടുത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ ബലൂണും വീർപ്പിച്ച് അങ്ങോട്ട് പോയിങ്ങാണ്ട് ഇങ്ങനെ മറ്റേ കയ്യുമ്മക്ക് അങ്ങോട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്താണ് മുട്ടിച്ചാണ്ടേ ഒരു പാവപ്പെട്ട ചെങ്ങായിനെ റീച്ചിന് വേണ്ടിട്ട് കൊലക്ക് കൊടുത്തിട്ട് ആത്മഹത്യ അല്ലത്. ഇത് ആത്മഹത്യ എന്ന് പറയാൻ പറ്റൂല, കൊലപാതകമാണിത്. ഇത് ഈ നായിന്റെ മോള് ചെയ്ത കൊലപാതകം എന്നേ പറയാൻ പറ്റൂ. ഞാൻ എല്ലാം തുറന്നു പറയുന്ന ആത്മഹത്യ 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 എന്നിങ്ങനെ നിരന്തരം പറയണ്ട ഒരു ആത്മഹത്യക്ക് മരണ്ട. ഇത് പക്ക കൊലപാതകമാണ്. സത്യം ടാർസൂസ് എവിടെയും പറയും. ഈ നായിന്റെ മോളെ അറസ്റ്റ് ചെയ്തിട്ട് ഇതിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. സ്വയം വരുത്തി വെച്ചല്ലേ എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. എന്നെ പോലുള്ള ലോക കൊലയാടിമോമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്. വാളെടുത്തവൻ വാള. ഞാൻ പോകുന്നു. ബൈ ബൈ.